ഡിസംബർ 31 വിശുദ്ധ സിൽവസ്റ്റർ മാർപ്പാപ്പ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ 313 വിളംബരം വഴി സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം തിരുസഭയുടെ പ്രഥമ മാർപ്പാപ്പയായ സിൽവസ്റ്റർ ഒരു റോമാക്കാരനായിരുന്നു. അമ്മ യുസ്ത മകനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. കരീനിയൂസ് എന്ന ഒരു വിദഗ്ധ വൈദികൻ്റെ ശിക്ഷണത്തിനു ശേഷം മർസലീനൂസ് മാർപ്പാപ്പ ആ യുവാവിന് പട്ടം കൊടുത്തു. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പുരോഹിത ശുശ്രൂഷ എത്രയും ക്ലിഷ്ടമായിരുന്നുവെങ്കിലും ഫാദർ സിൽവസ്റ്റർ സർവരുടെയും പ്രശംസാപാത്രമായി തീർന്നു. 314 മെൽക്കിയാദസ് മാർപ്പാപ്പ അന്തരിച്ചപ്പോൾ സിൽവസ്റ്ററിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. 314 ഓഗസ്റ്റിൽ ഓൾസിൽ നടത്തിയ സൂനഹദോസിൽ മാർപ്പാപ്പ 2 വൈദികരെയും 2 ഡീക്കന്മാരെയും തൻ്റെ പ്രതിനിധികളായി അയച്ചു. അങ്ങനെ ഡൊണാറ്റിസ്റ്റ് ശീശ്മ അവസാനിപ്പിച്ചു. 325 നിക്കിയ സൂനഹദോസ് വിളിച്ചുകൂട്ടി. ക്രിസ്തു ദൈവമല്ലെന്ന് വാദിച്ച ആരിയൂസിനെയും കൂട്ടരെയും ശപിച്ചു. പ്രായാധിക്യ നിമിത്തം മാർപ്പാപ്പ നിക്കിയയിലേക്ക് പോയില്ല. തൻ്റെ പ്രതിനിധികളായി ഓസിയൂസ്, വീത്തോ, വിൻസെൻസിയൂസ് എന്നിവരെ അയച്ചു. റോമൻ കാനോന നമസ്കാരത്തിൽ വായിക്കുന്നത് പോലെ അദ്ദേഹം 65 മെത്രാന്മാരെയും 42 വൈദികരെയും 25 ഡീക്കന്മാരെയും വാഴിച്ചിട്ടുണ്ട്. എല്ലാ ചുമതലകളും കൃത്യനിഷ്ഠയോടെ നിർവഹിച്ച് സിൽവസ്റ്റർ പാപ്പ 335 ഡിസംബർ 31 കാലം ചെയ്തു. 21 കൊല്ലവും 11 മാസവും അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം അലങ്കരിച്ചു. വചനം 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. വിചിന്തനം: നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും, എല്ലാ മണിക്കൂറുകളും, എല്ലാ നിമിഷങ്ങളും സൽപ്രവൃത്തികളുടെ ഒരു കിരീടമാകണം. നമ്മുടെ പരാജയങ്ങളെയും വികാരങ്ങളെയും പരിശോധിച്ച് നവവത്സരത്തിലേക്ക് കാര്യക്ഷമമായ ഒരു ജീവിത പരിപാടി തയ്യാറാക്കണം. ഈ വർഷത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു എന്ന് പാടാം. ത്രോൺ ഓഫ് ഗ്രേസ് ടോക്സിൽ നിന്നും നന്ദിയുടെ ഒരു വാക്ക്. കർത്താവിൽ പ്രിയരെ, 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ വിശുദ്ധരെക്കുറിച്ച് അറിയുവാനും അവരെല്ലാം എങ്ങനെ തിരുസഭയെ സ്നേഹിച്ചുവെന്നും നയിച്ചുവെന്നും ചിലർ തങ്ങളേറ്റ മതപീഡനങ്ങളിൽ വിശ്വാസത്യാഗത്തിനു പകരം ജീവത്യാഗം ചെയ്തുകൊണ്ട് നമുക്ക് സന്മാതൃകയായി തിരുസഭയുടെ അൾത്താര വണക്കത്തിലേക്ക് തങ്ങളുടെ രക്തസാക്ഷിത്വ പദവിയിലൂടെ കടന്നു വന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു ദിവസം പോലും മുടക്കം കൂടാതെ 5 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ചെയ്യുവാൻ സഹായിച്ച ദൈവത്തിനും അത് വാട്സാപ്പിലൂടെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവച്ച എല്ലാവർക്കും യൂട്യൂബ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക് പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്യുമെൻ്ററി കണ്ടന്റിനായി സഹായകമായത് മോൺസിഞ്ഞോർ തോമസ് മൂത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന ഗ്രന്ഥവും ഓൺലൈൻ മീഡിയ സംവിധാനങ്ങളും ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളുമാണ്. ബൈബിൾ അലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ലാറ്റിൻ രൂപതയുടെ കുർബാനക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധരെക്കുറിച്ചാണ് നാം അനുദിനം ചിന്തിച്ചത്. കേരളത്തിൽ നിന്നുള്ള വിശുദ്ധർ അവരുടെ അനുസ്മരണ ദിനങ്ങളും സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വചനങ്ങളും അന്നേ ദിനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയുടെയെല്ലാം പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദിയും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. 2024 വർഷം ദൈവം നമ്മെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. 2025 വർഷത്തിൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാകില്ല. ദൈവവചനവും CCCയും ആസ്പദമാക്കിയുള്ള യൂട്യൂബ് വീഡിയോകളാകും ഉണ്ടാവുക. അവയോടൊപ്പം മെഡ്ജുഗോറി, ലൂർദ്, വത്തിക്കാൻ ഉൾപ്പെടെയുള്ള ആത്മീയ തീർത്ഥാടന യാത്രകളും ഉൾപ്പെടുന്നു. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ രൂപപ്പെടുത്തുന്ന വിശുദ്ധീകരണത്തിനുതകുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞതും പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന യാത്രയിൽ 1-2 പുരോഹിതരും ആത്മീയ വരങ്ങളാൽ ശുശ്രൂഷ ചെയ്യുന്ന അൽമായ സഹോദരങ്ങളും ഉണ്ടാകും. സ്പിരിച്വൽ ഷെയറിങ്ങും കുമ്പസാരവും ഒരുക്കിയാണ് ഓരോ യാത്രകളും ആരംഭിക്കുക. സാമ്പത്തിക നേട്ടമല്ല, ക്രിസ്തുവിനായി ആത്മാവിനെ നേടുകയെന്ന ലക്ഷ്യം മാത്രമാണ് ഓരോ യാത്രയുടെയും അടിസ്ഥാനം.
ആദ്യ യാത്ര മാർച്ച് 31 മെഡ്ജുഗോറിയയിലേക്കും രണ്ടാമത്തേത് ജൂലൈയിൽ ഇറ്റലി, ഫ്രാൻസ് എന്നിവിടങ്ങളിലേക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ചെറിയ ട്രിപ്പുകളാണ്. സ്കൂൾ അവധിക്കാലത്ത് 2 ആഴ്ച ദൈർഘ്യമുള്ള ഷെങ്കൻ രാജ്യങ്ങളിലൂടെയുള്ള ആത്മീയ യാത്രയും ഒരുക്കുന്നു. വിവരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്നതാണ്. ഏവർക്കും പുതുവർഷം 2025 ആണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളാലും നിറയപ്പെട്ടതാകട്ടെ എന്ന് ആശംസിക്കുന്നു.